ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പാർക്കുട്ടി മീഡിയയിലേക്ക് എല്ലാവർക്കും സസ്നേഹ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. ഞാൻ യോഗ അധ്യാപിക. യോഗാസനം എന്ന ഒരു പ്രത്യേക ചാപ്റ്റർ. ഈ മഴക്കാലം ഇങ്ങനെ പെയ്തു പെറുക്കി നമ്മളെ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ശരീരത്തിന് ഉന്മേഷവും ഉഷാറും പ്രസരിപ്പും വളരെയേറെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രവണതയും നിങ്ങളുടെ ശരീരത്തിന് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ശ്വാസമുട്ടലിനെ ഇല്ലായ്മ ചെയ്യാൻ, ശ്വസനാസനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നേടുവാൻ നമ്മൾക്ക് ശ്വസനാസനം എന്ന് പറയുന്ന ആദ്യത്തെ എ എന്ന ആദ്യപടി നമുക്കിവിടെ തുടങ്ങാം. അതിന് നിങ്ങളെല്ലാവരും എന്നോട് ഒരുമിച്ച് എൻ്റെ ഈ ഇൻട്രൊഡക്ഷനിലൂടെ കൈകാര്യം ചെയ്യണം. നമുക്ക് ഈ ചുമയും കഫക്കെട്ടലും ശ്വാസമുട്ടലും തുമ്മലും ഒക്കെ ഇങ്ങനെ അലർജി കൈയേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, അതായത് ഇപ്പോൾ മഴക്കാലം ഇങ്ങനെ പെയ്തു പെറുക്കി നമ്മളെയൊക്കെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ശ്വാസമുട്ടൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഒരു കണ്ടീഷനിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഉന്മേഷം ഉണ്ടാകില്ല, ഉഷാറുണ്ടാകില്ല, യാതൊരുവിധ പ്രസരിപ്പും ഉണ്ടാകില്ല. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് നമുക്ക് യോഗ അഭ്യാസത്തിലൂടെ ഈ ശ്വാസം മുട്ടലെന്ന് പറയുന്ന നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഈ പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, അതിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റിക്കളയാൻ യോഗ അഭ്യാസത്തിലൂടെ നിങ്ങൾക്കത് സാധിക്കുമെന്ന് ഞാനിവിടെ ഉറപ്പ് തരുന്നു. യോഗയുടെ ശ്വസനാസനം നമ്മൾക്ക് ആദ്യഘട്ടത്തിലൂടെ തന്നെ അതിൻ്റെ ചെറിയ ഘട്ടങ്ങളിലൂടെ, അതായത് ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പരിശീലന മാർഗത്തിലൂടെയാണ് ഞാൻ എൻ്റെ യോഗ ക്ലാസ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്തു തരുന്നത്. അതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, യാതൊരു പ്രശ്നവുമില്ല. നല്ല തുറസായ ഒരു സ്ഥലം വേണം, നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം. അതായത് വായു സഞ്ചാരമുള്ള, നന്നായിട്ട് സൂര്യപ്രകാശത്തെ ആവരണം ചെയ്യുന്ന, അതായത് ശ്വാസത്തെ നമുക്ക് വലിച്ചെടുക്കുവാനും പുറത്തേക്ക് തള്ളുവാനും ഒരു സാഹചര്യം ഒരുക്കുന്ന നല്ല ഒരു അന്തരീക്ഷം, അതായത് തുറസായ ഒരു സ്ഥലം. അങ്ങനെയുള്ള തുറസായ ഒരു സ്ഥലത്തിരുന്നിട്ട് വേണം ഈ യോഗ നമുക്ക് അഭ്യസിക്കുവാൻ. എപ്പോഴും നമ്മൾക്ക് യോഗാഭ്യാസനം രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. രാവിലെ വെളുപ്പിന് ചെയ്യുന്ന, എത്ര വെളുപ്പിന് ചെയ്യുന്നു അത്രയും വെളുപ്പിനെയാണ് യോഗാഭ്യാസം കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ. പലതരത്തിലുള്ള അസുഖങ്ങളെയും മാറ്റിയെടുക്കുവാനും ശരീരത്തിന് ഉന്മേഷവും ഉഷാറും പ്രസരിപ്പും നൽകുവാൻ യോഗ അഭ്യാസം നിങ്ങൾക്ക് സംജാതമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പാർക്കുട്ടി മീഡിയ ഓപ്പൺ ചെയ്യണം. പാർക്കുട്ടി മീഡിയയിലെ എൻ്റെ ഈ യോഗ ക്ലാസ് നിങ്ങൾ കാണണം, അത് എന്നോടൊപ്പം ചെയ്യണം, അതിനെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അഭിപ്രായങ്ങളും അതിനുള്ള എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കുകയും വേണം. ഇങ്ങനെ എൻ്റെ ഈ മീഡിയ നിങ്ങൾക്ക് ആദ്യമായി കാണുന്നവർ ഇത് എല്ലാം ചെയ്യുക. ആദ്യം എന്താണോ അഭിപ്രായം അത് എനിക്ക് കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർക്കുട്ടി മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സസ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ ശ്വസനാസനം എന്ന് പറയുന്ന ആദ്യഘട്ടം ഇവിടെ ആരംഭിക്കുന്നു.